ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പഴവും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഉരുക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിച്ചത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പഴം അടിച്ചെടുക്കുന്ന സമയത്ത് ഏലക്കായ അങ്ങനെ തന്നെ ഒരു 2-3 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നല്ല ടൈറ്റ് തന്നെ വേണം കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ ഈ ഒരു മാവ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വെച്ചിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും വേണം, അല്ലെങ്കിൽ ആ ഒരു മാവ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ മാവ് ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിൽ കിട്ടും. അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് ആ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി ആ റവയുടെ കൂടെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. എന്നിട്ട് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സോഡാപ്പൊടിയൊക്കെ നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു മാവിൽ നിന്ന് ഞാൻ പകുതിയോളം ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കുഴിയിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് തവി കൊണ്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഓരോ കുഴിയിലേക്കായിട്ടും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ടു കേട്ടോ, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. അപ്പോൾ ഇതുപോലെ ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് മുഴുവനായിട്ടും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിവിടെ മുഴുവൻ മാവും തീരുന്നത് വരെ ചുട്ടെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, നല്ല സോഫ്റ്റും ആണ്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്